അപ്പൊ നമ്മള് മക്കളെ എന്താണ് നമ്മൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതുവരെ? ചോദനത്തെ കുറിച്ച് പഠിച്ചു, ഡിമാൻഡ് കർവ്, ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കമ്പോള ചോദനം അല്ലെ അഥവാ മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡിനെ നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് അല്ലെ. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ സമ്മേഷൻ, ഒരു തിരശ്ചീന കൂട്ടൽ അല്ലെ, അതാണ് എന്തിന്റെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിന്റെ വ്യക്തിഗത ചോദനത്തിന്റെ ഒരു ആകെ ടോട്ടലാണ് എന്ത് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിന്റെ ഡയഗ്രാംസ് ഒക്കെ വരച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചോദനത്തിന്റെ വില ഇലാസ്തികത. എന്താണ് ചോദനത്തിന്റെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ചോദനത്തിന്റെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ചോദനത്തിന്റെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ചോദനത്തിന്റെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഈ പ്രൈസ് ഇലാസ്റ്റിറ്റി അല്ലെ, വില ഇലാസ്തികതയാണ്. അപ്പൊ ഈ ഇലാസ്റ്റിറ്റി എന്ന വാക്ക് നമ്മുടെ എക്കണോമിക്സിലേക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ആരാണ്? ആൽഫ്രഡ് മാർഷലാണ് ഇലാസ്റ്റിറ്റി എന്ന വേർഡ് നമ്മുടെ എക്കണോമിക്സിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ഇലാസ്തികത എന്ന പദത്തിനർത്ഥം, ഇലാസ്റ്റിറ്റി അഥവാ ഇലാസ്തികത എന്ന പദത്തിനർത്ഥം പ്രതിസ്പന്ദനാത്മകത. എന്താണ്? പ്രതിസ്പന്ദനാത്മകത എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? എന്താണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിന്റെ ചോദനത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന പ്രതിസ്പന്ദനാത്മകതയാണ് ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. എന്താണ്? ഒരു സാധനത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം ആ സാധനത്തിന്റെ ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റത്തെ പ്രതിസ്പന്ദനാത്മകത എന്ന് പറഞ്ഞാൽ ചേഞ്ച്, അത്ര മനസ്സിലാക്കിയാൽ മതി. പ്രതിസ്പന്ദനാത്മകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ്, മാറ്റങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തിന്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിന്റെ ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തെയാണ് ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ വസ്തുവിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, ചോദനത്തിന്റെ അളവിലും മാറ്റം ഉണ്ടാവും അല്ലെ. ഡിമാൻഡിന്റെ അളവിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചോദനത്തിന്റെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അഥവാ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാ പറയുന്നത്? ചോദനത്തിന്റെ വില ഇലാസ്തികതയിൽ ഉണ്ടാകുന്ന മാറ്റം, ചോദനത്തിന്റെ അളവിലുള്ള, അങ്ങനെ മനസ്സിലാക്കുക, ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനത്തെ വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഹരിക്കുക. ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനത്തെ ചോദനത്തിന്റെ അളവിലുള്ള മാറ്റം മാറ്റത്തിന്റെ ശതമാനത്തെ എന്തുകൊണ്ടാണ് ഹരിക്കുന്നത്? വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട്. വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ചോദനത്തിന്റെ വില ഇലാസ്തികത കിട്ടും. അപ്പൊ വില ഇലാസ്തികത എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനത്തിനെ വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശതമാനം ഹരിച്ചു കഴിഞ്ഞാൽ വില ഇലാസ്തികത നമുക്ക് കണക്കാക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഒരു സാധനത്തിന്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിന്റെ ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന പ്രതിസ്പന്ദനാത്മകത അഥവാ മാറ്റത്തെയാണ് ഇത് പറയുന്നത് ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റത്തെ എങ്ങനെ നമുക്ക് ഈ ചോദനത്തിന്റെ ഇലാസ്തികത കണക്കാക്കാൻ പറ്റുന്ന പറഞ്ഞത്? ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ശതമാനത്തെ വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വില ഇലാസ്തികത കണക്കാക്കാൻ പറ്റും. ഓക്കെ.
ഓക്കെ. ഇനി നമുക്ക് വില ഇലാസ്തികതയുടെ തോതുകൾ, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി, വില ഇലാസ്തികതയുടെ തോതുകൾ. ഈ വില ഇലാസ്തികതയുടെ തോതുകൾ അഥവാ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി, വില ഇലാസ്തികതയുടെ തോതുകൾ. എന്താണ് തോതുകൾ അഥവാ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി. അപ്പൊ ഈ ഡിഗ്രീസ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി തോതുകൾ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇത്രയും മനസ്സിലാക്കുക. എന്താണ് തോതുകൾ അഥവാ ഡിഗ്രീസിനെ നമ്മൾ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ ഒന്നാണ് ഇലാസ്തികത ചോദനം. എന്താണ് ഇലാസ്തിക ചോദനം അഥവാ ഇലാസ്റ്റിക് ഡിമാൻഡ്. രണ്ടാമത്തത് ഏകാത്മക ഇലാസ്തിക ചോദനം അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. മൂന്നാമത് ഇലാസ്തികമല്ലാത്ത ചോദനം. എന്താണ് മൂന്നാമത്തെ ഇലാസ്തികമല്ലാത്ത ചോദനം. നാലാമത്തെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അഞ്ചാമത്തെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ. ഇങ്ങനെ 5 എണ്ണമായിട്ടാണ് നമ്മൾ 5 തോതുകളാണ് ഉള്ളത്. ഓക്കെ. ഇനി അതിൽ ഫസ്റ്റ് വൺ ആണ് ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം. അതിൽ ഒന്നാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അഥവാ ഇലാസ്തിക ചോദനം. ഇത് ഗ്രേറ്റർ ദാൻ 1. എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ എന്താണ് എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതിനെ നമ്മൾ കണക്കാക്കുമ്പോൾ അപ്പൊ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നതാണ് ഒരു ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ. ഇപ്പൊ ഏതാണ് കൂടുതൽ? ഇലാസ്റ്റിറ്റി, ചോദനത്തിലുള്ള ഇലാസ്റ്റിറ്റി അല്ലെ, ചോദനത്തിലുള്ള ശതമാന മാറ്റം. ആ ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നു. എന്താ ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞാൽ ഒരു ചോദനത്തിന്റെ ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ ഇലാസ്തിക ചോദനം എന്നാണ് പറയുന്നത്. അതാണ് എന്താണ് ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ. അപ്പൊ ഉദാഹരണമായിട്ട് വിലയിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ അപ്പൊ വിലയില് 10% മാറ്റവും ചോദനത്തിന്റെ അളവിൽ എന്താണ് ചോദനത്തില് വിലയിൽ 10%വും ചോദനത്തിൽ 30% ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയാ ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈ ഗ്രേറ്റർ ദാൻ 1 കിട്ടുന്നത് എങ്ങനെയാന്ന് അറിയോ? എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇവിടെ ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞു. എന്താണ് ചോദനത്തിന്റെ വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന ശതമാന മാറ്റത്തെ വിലയിലുള്ള ശതമാന മാറ്റം കൊണ്ട് ഹരിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ചോദനത്തിന്റെ അളവിലുള്ള ശതമാന മാറ്റം എത്രയാണ്? ഇവിടെ 30 അല്ലെ. 30 എത്ര കിട്ടും? 10 കിട്ടും. അപ്പൊ എത്ര കിട്ടും? 3. അതെന്താണ് ഒന്നിനേക്കാൾ കൂടുതലല്ലേ? 3 എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണ്? 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്. ക്ലിയർ ആയോ? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതെങ്ങനെ നമ്മൾ ഹരിച്ചെന്ന് മനസ്സിലായി. നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പോലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലെ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാ പറഞ്ഞത്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ? ചോദനത്തിന്റെ അളവിലുള്ള ശതമാന മാറ്റത്തെ എന്തിന്റെ ശതമാന മാറ്റം കൊണ്ട്? വിലയിലെ ശതമാന മാറ്റം കൊണ്ട് ഹരിച്ച്. അപ്പൊ നമ്മൾ ചോദനത്തിന്റെ അളവിലുള്ള ശതമാന മാറ്റം ഇവിടെ 30 പറഞ്ഞു, വിലയിലെ ശതമാന മാറ്റം 10 പറഞ്ഞു അല്ലെ. അപ്പൊ അത് എത്ര കിട്ടും? 3 കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കാറുണ്ട്, ഇതില് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ അതോ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം. അപ്പൊ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, ഇലാസ്തിക ചോദനമായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇനി നമുക്ക് അതിന്റെ ഡയഗ്രം വരച്ചു നോക്കാം. ഡയഗ്രാം എക്സ് ആക്സിസിൽ അറിയാം ചോദനം, വൈ ആക്സിസില് വില അറിയാലോ. വില കൂടി എന്നാണ് ഡിമാൻഡ് Q1 ആയിട്ട് പറഞ്ഞത്.
P1 ആയിട്ട് കൂടി, വില P ആയിരുന്നു, P യിൽ നിന്ന് P1 ആയിട്ട് കൂടി PQ അല്ലെ, ഇത്രയും ക്വാണ്ടിറ്റി ഇത്രയും വില ആയിരുന്നപ്പോൾ എന്താണ് ഈ ഇത്രയും വില ആയിരുന്നപ്പോൾ എന്താണ് ഇത്രയും OQ ക്വാണ്ടിറ്റി ആയിരുന്നു വാങ്ങിയിരുന്നത്. ഇനി OQ1 ആയിട്ട് കൂടിയപ്പോൾ അതെന്താണ് OQ1 ആയിട്ട് കുറഞ്ഞു, OQ നിന്ന് OQ1 ആയിട്ട് കുറഞ്ഞു. അപ്പൊ വില കൂടിയപ്പോൾ ചോദനം കുറഞ്ഞു. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഡിമാൻഡുകൾ. ഇത് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ്. ക്ലിയർ ആയാലോ? ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതിനെ ഇലാസ്റ്റിക് ചോദനം എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഇനി ഇലാസ്റ്റിക് ചോദനം. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ഏകാത്മക ഇലാസ്റ്റിക് ചോദനം. ഏകാത്മക ഇലാസ്റ്റിക ചോദനം. ഏകാത്മക ഇലാസ്റ്റിക ചോദനം. ഏകാത്മക ഇലാസ്റ്റിക ചോദനം. ഇതെന്തായിരിക്കും? E = 1 ആണ്. E എന്തിന് തുല്യമായിരിക്കും? ഈക്വൽ ടു 1, 1ന് തുല്യമായിരിക്കും. ഇതിന് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇതെന്താണ്? E = 1 ആണ്. ക്ലിയർ ആയല്ലോ? ഇതപ്പം നമ്മൾ എങ്ങനെ പറയും? എന്ത് തമ്മിൽ വിലയിലുള്ള ശതമാനമാറ്റവും എന്ത് ശതമാനമാറ്റവും തുല്യമായിരിക്കും? ഈക്വൽ ടു 1 ആണ് അല്ലേ? എന്താ പറയുക? ചോദനത്തിലുള്ള ശതമാനമാറ്റവും അതുപോലെ വിലയിലുള്ള ശതമാനമാറ്റവും തുല്യമാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഏകാത്മക ഇലാസ്റ്റിക ചോദനം എന്ന് പറയുന്നു. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലെ, ഞാൻ വിലയിൽ ചോദനത്തിലുള്ള ശതമാനമാറ്റം കൂടുതലും വിലയിലുള്ള ശതമാനമാറ്റം കുറവായിരുന്നു അല്ലെ, അപ്പോഴായിരുന്നു അത് ഇലാസ്റ്റിക ചോദനമായിരുന്നത്. ഇതിലെന്താണ്? വിലയിലുള്ള ശതമാനമാറ്റം, വിലയിലുള്ള ശതമാനമാറ്റവും ഇപ്പൊ ഇവിടെ എന്താ നോക്കാം രണ്ടും. അതായത് ചോദനത്തിലുള്ള ശതമാനമാറ്റം, ചോദനത്തിലുള്ള ശതമാനമാറ്റം ഈക്വൽ ടു 30. അതുപോലെ വിലയിലുള്ള ശതമാനമാറ്റം അല്ലെ, അതും എന്താണ്? 30. രണ്ടും തുല്യാണെന്നാ പറഞ്ഞത് അല്ലെ. ഇങ്ങനെയാവുമ്പോ എന്താണ്? 30/30 കിട്ടും. അപ്പൊ എത്ര കിട്ടും? 1. ഓക്കെ, ഈക്വൽ ടു 1 ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? രണ്ടും ഒരേ ലെവലിലാണ്. ഇപ്പൊ ചോദനത്തിലുള്ള ശതമാനമാറ്റവും അതുപോലെ തന്നെ വിലയിലുള്ള ശതമാനമാറ്റവും തുല്യമാണെങ്കിൽ ഇതിനെന്താ പറയുന്നത്? ഏകാത്മക ഇലാസ്റ്റിക ചോദനം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇതിന്റെ ഡയഗ്രം നോക്കാം. ഇതെങ്ങനെ കിട്ടുകയെന്ന് മനസ്സിലായി? രണ്ടും ഒരേ ലെവലിൽ അല്ലെ. രണ്ടും 10 ആണെങ്കിൽ, ഒന്ന് 10 ആണെങ്കിൽ അടുത്തത് 10 ആയിരിക്കും. അതായത് ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റം 10% ആണെങ്കിൽ വിലയിലുണ്ടാകുന്ന മാറ്റം അത് എന്തായിരിക്കും? 10% തന്നെ ആയിരിക്കും. രണ്ടും ഒരേ ലെവലിലുള്ള മാറ്റമാണ് കാണിക്കുന്നത്. അതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഏകാത്മക ഇലാസ്റ്റിക ചോദനം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡയഗ്രം വരച്ച് നോക്കാം. അറിയാലോ അല്ലെ? ചോദനം X ആക്സിസിലും Y ആക്സിസിലും വിലയുമാണ് കാണിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഉണ്ടോ? രണ്ടും ഒരേ ലെവലിലാണ് അല്ലെ. ഇവിടെ നോക്കിയേ, നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ്? ക്വാണ്ടിറ്റിയുടെ അളവ് അല്ലെ, ചോദനത്തിൽ ഉണ്ടാകുന്ന അളവ് വളരെ കൂടുതലായിരുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചത്. ഇവിടെ എന്താണ്? രണ്ടും ഒരേമാതിരി വിലയിലുണ്ടാകുന്ന അതേ മാറ്റം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. എവിടെ ഉണ്ടാകുന്നത് പറഞ്ഞത്? വിലയിലുണ്ടാകുന്ന അതേ മാറ്റം അല്ലെ. വിലയിലുണ്ടാകുന്ന അതേ മാറ്റം തന്നെയാണ് ഇതിലുണ്ടാകുന്നത്. ക്വാണ്ടിറ്റി വിലയിലുണ്ടാകുന്ന അതേ മാറ്റം തന്നെയാണ് ഈ ക്വാണ്ടിറ്റിയുടെ അളവിൽ ഉണ്ടായിരുന്നത്. മറ്റേ അങ്ങനെയല്ലേ, ക്വാണ്ടിറ്റിയുടെ അളവിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ഇതിനു മുമ്പത്തെ അല്ലെ. അപ്പൊ രണ്ടും തുല്യമാകുന്നതിനാണ് എന്ത് പറയുന്നത്? ഏകാത്മക ഇലാസ്റ്റിക ചോദനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഏകാത്മക ഇലാസ്റ്റിക ചോദനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇലാസ്റ്റികമല്ലാത്ത ചോദനം, മൂന്നാമത്തെ.
ഇലാസ്തികമല്ലാത്ത ചോദനം, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഇതെന്താണ്? E is equal to less than 1 ആണ്. ഇതിന്റെ മുമ്പ് നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് E is equal to എന്താണ്? greater than 1 ആയിരുന്നു. ഇവിടെ എന്താണ്? E is equal to എന്താണ്? less than 1. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും ഇവിടെ ഏതായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ഇലാസ്റ്റിറ്റി ആണോ കൂടുതൽ അതോ 1 ആണോ കൂടുതൽ? അതായത് ഇലാസ്റ്റിറ്റി കുറവും 1 കൂടുതലുമാണ് അല്ലേ? ഒന്നിനേക്കാൾ കൂടുതലാണ് അല്ലെ? അപ്പൊ ഇവിടെ വിലയാണ് കൂടുതൽ, ചോദനത്തിന്റെ അളവ് എന്താണ്? കുറവാണ്. അപ്പൊ ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ എന്താ പറഞ്ഞത്? ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനം എന്നാണ് ഇതിന് പറയുന്നത്, അഥവാ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റം, അപ്പൊ ചോദനത്തിലുള്ള ശതമാന മാറ്റം ശതമാന മാറ്റം 10%, വിലയിലുള്ള ശതമാന മാറ്റം 20%. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടും? ചോദനത്തിലുള്ള ശതമാന മാറ്റത്തെ 10/20 അല്ലെ? അപ്പൊ എത്ര കിട്ടും? 0.5 കിട്ടും അല്ലെ? 10/20 എന്ന് വരുമ്പോ എത്ര കിട്ടും? 0.5 കിട്ടും. അപ്പോ ഏതാണ്? അപ്പൊ അത് ഒന്നിനേക്കാൾ കുറവാണ് അല്ലെ? അപ്പൊ ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ലെസ് ദാൻ 1. എന്താണ്? ലെസ് ദാൻ 1. ഇലാസ്റ്റിറ്റി ഒന്നിനേക്കാൾ കുറവാണ്. അപ്പൊ 0.5 അല്ലേ വരുന്നത്? അപ്പൊ ഒന്നിനേക്കാൾ കുറവല്ലേ? ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പൊ നമ്മള് അടുത്തത് 3 പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ പൂർണ്ണ ഇലാസ്തിക ചോദനം അല്ലെ? പൂർണ്ണ ഇലാസ്തിക ചോദനം. നാലാമത്തെയാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതിന്റെ E is equal to എന്തായിരിക്കും? E എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. E എന്ന് പറഞ്ഞാല് ഇൻഫിനിറ്റി ആയിരിക്കും. E is equal to എന്താണ്? ഇൻഫിനിറ്റി. ഓക്കെ, ഇതെന്താണ്? E is equal to ഇൻഫിനിറ്റി എന്നാ പറയുന്നത്. അപ്പൊ എന്താ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം, വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം ചോദനത്തിന്റെ അളവിൽ വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം ചോദനത്തിന്റെ അളവിൽ അനന്തമായ മാറ്റം ഉണ്ടാക്കുന്നു. എന്താണ്? വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ചോദനത്തിന്റെ അളവിൽ, ചോദനത്തിൽ അനന്തമായ മാറ്റമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെന്താ പറയുന്നത്? പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നു. വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം ചോദനത്തിന്റെ അളവിൽ അനന്തമായ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നോക്കാം, അതിന്റെ ഡയഗ്രം വരച്ച് നോക്കാം, കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വില, ചോദനം, y ആക്സിസ്, ഓക്കെ. ഇത് നോക്കിയേ, ഇത് Q. വിലയിൽ ചെറിയൊരു മാറ്റം, വിലയിൽ ഉണ്ടാകുന്ന എന്ത് മാറ്റമാണെങ്കിലും അത് എന്താണ്? ചോദനത്തിന്റെ അളവിൽ ഇങ്ങനെ അനന്തമായിട്ട് മാറ്റം ഉണ്ടാക്കുകയാണ്. ചോദനത്തിന്റെ അളവില് വിലയിൽ എന്ത് ചെറിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞാലും അത് ചോദനത്തിന്റെ അളവിൽ അനന്തമായ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണ ഇലാസ്തിക ചോദനം അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് വിലയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ചോദനത്തിന്റെ അളവിൽ അനന്തമായ മാറ്റമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ക്ലിയർ ആയോ?
അപ്പൊ ഇതിന് നമ്മളെന്താണ് ഈസ് ഈക്വൽ ടു എന്താണ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫിനിറ്റി എന്നാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി അടുത്തത് അഞ്ച് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം അഥവാ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. ഇവിടെ എന്താണ് ഈ ഈസ് ഈക്വൽ ടു എന്താണ് ഈ ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ എന്താണ് 0 ആണ്. അതായത് ഇപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്താണ് ചോദനത്തിന്റെ അളവിൽ അവിടെ ഒരു മാറ്റവും വരുന്നില്ല അല്ലെ. വിലയിൽ എത്ര മാറ്റം ഉണ്ടായാലും ചോദനത്തിന്റെ യാതൊരുവിധ മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതെന്താണ് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനമാണ്. എന്താണ് വിലയിൽ എത്ര മാറ്റം ഉണ്ടായാലും. മറ്റേ നമ്മൾ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കുമ്പോൾ തന്നെ അതെന്താണ് ചോദനത്തിന്റെ അളവിൽ അനന്തമായ മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ പൂർണ്ണ ഇലാസ്തിക ചോദനത്തിൽ പറഞ്ഞു. ഇപ്പൊ നേരെ തിരിച്ച് അതായത് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം അഥവാ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ വിലയിൽ ഉണ്ടാകുന്ന എത്ര വലിയ മാറ്റമാണെങ്കിലും എത്ര മാറ്റം വിലയിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ചോദനത്തിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതെന്താണ് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനമാണ്. പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം അഥവാ വിലയിൽ എത്ര മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാലും ചോദനത്തിന്റെ അളവിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാക്കാത്ത സാഹചര്യത്തെയാണ് എന്ത് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നത്. ഇതെന്താണ് ഇലാസ്റ്റിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. നമുക്ക് ഇത് ഡിമാൻഡ് കർവാണ്. അപ്പൊ വിലയിൽ എന്ത് മാറ്റം ഇത് പി ആണ് വില എന്തൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാലും എന്താണ് ചോദനത്തിന്റെ അളവിൽ യാതൊരുവിധ മാറ്റമില്ല. ചോദനത്തിന്റെ അളവിൽ യാതൊരുവിധ മാറ്റമില്ല. ചോദനത്തിന്റെ അളവിൽ യാതൊരുവിധ മാറ്റവും ഇല്ലെങ്കിൽ അതിനെന്താ പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ചോദനത്തിന്റെ അളവിൽ യാതൊരുവിധ മാറ്റമില്ല. അതായത് ഈ ഈസ് ഈക്വൽ ടു 0 ആണ് ഇവിടെ. ഇപ്പൊ നമ്മൾ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഏതൊക്കെയാണത് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. ആദ്യം നമ്മൾ പഠിച്ച് ആദ്യതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെ. ഇലാസ്തിക ചോദനം. ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞാൽ ഏതാണ് അത് പറഞ്ഞത് ഈ എന്ന് പറഞ്ഞാൽ അതെന്താണ് നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് ഈ 5 എണ്ണം കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് നോക്കാം. ഒന്നാമത്തെ അല്ലെ ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം. അതിലെന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 അല്ലെ. ഈ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്താണ് ഇലാസ്തിക ചോദനം വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ അല്ലെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ശതമാനത്തെക്കാൾ കൂടുതൽ എന്തിലുണ്ട് ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റ ശതമാനം കൂടുതലായതുകൊണ്ടാണ് ഇവിടെ ഈ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയത്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈസ് ഈക്വൽ ടു 1 അല്ലെ. എന്താണ് വിലയിലുണ്ടാകുന്ന മാറ്റ ശതമാനവും ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റ ശതമാനവും തുല്യമാവുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിറ്റി 1 ഈക്വൽ ടു 1 ആണ്. അതായത് യൂണിറ്ററി ഏകാത്മക ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞു അല്ലെ. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഏകാത്മക ഇലാസ്തിക ചോദനം. ഇനി മൂന്നാമത്തത് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1. ഏതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലെസ് ദാൻ 1 ആണ്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ഈസ് ഈക്വൽ ടു മൂന്നാമത്തത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ ഇവിടെ 1 ആണ് കൂടുതൽ അല്ലെ. അപ്പോ ഇലാസ്റ്റിക് ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റ ശതമാനത്തെക്കാൾ കൂടുതൽ മാറ്റം ഏതിലാണുള്ളത് വിലയിലുണ്ടാകുന്ന മാറ്റം. അപ്പൊ വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ കുറവാണ് ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റം അല്ലെ. വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ കുറവാണ് ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റമെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് ഇലാസ്തികമല്ലാത്ത ചോദനം അല്ലെ. ഈ ലെസ് ദാൻ 1. ഇനി നാലാമത് പറഞ്ഞു പൂർണ്ണ ഇലാസ്തിക ചോദനം. എന്താണ് പൂർണ്ണ ഇലാസ്തിക ചോദനം അല്ലെ. പൂർണ്ണ
ഇലാസ്തിക ചോദനം അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അവിടെ എന്താണ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫിനിറ്റ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം അനന്തമായതാണ് അല്ലെ. അവിടെ എന്താണ് വിലയിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം അത് എന്തിന്റെ മാറ്റം ഉണ്ടാക്കുന്നു? ക്വാണ്ടിറ്റി അല്ലെ, ചോദനത്തിന്റെ അളവിൽ വളരെ അനന്തമായ മാറ്റമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെന്താണ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണ്. അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അഥവാ പൂർണ്ണ ഇലാസ്തിക ചോദനമാണ്. ക്ലിയർ ആയോ? ഇനി അഞ്ചാമത്തത് ഇലാസ്റ്റിറ്റി ഈക്വൽ ടു സീറോ അല്ലെ. ഇലാസ്റ്റിറ്റി ഈക്വൽ ടു സീറോ അഥവാ പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. അവിടെ എന്താണ് വിലയിൽ എത്ര വലിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞാലും ചോദനത്തിന്റെ അളവിൽ യാതൊരുവിധ മാറ്റമില്ല. ചോദനത്തിന്റെ അളവ് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വരച്ച ഡയഗ്രം ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ആ സ്ഥിരമായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഇത് പറയുന്നത്. വിലയിൽ എത്ര മാറ്റം ഉണ്ടായി കഴിഞ്ഞാലും ചോദനത്തിന്റെ അളവിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെന്താണ് പറയുന്നത്? ഈസ് ഈക്വൽ ടു സീറോ അഥവാ പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. അപ്പൊ നമ്മള് ഇന്ന് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി അല്ലെ, ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞ പ്രതിസ്പന്ദനാത്മക പറഞ്ഞ എന്താണെന്ന് പഠിച്ചു. അതിന്റെ തോതുകൾ 5 പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതിന്റെ ഡയഗ്രാം വരക്കാൻ പഠിച്ചു, അതിന്റെ അളവുകൾ കണക്കാക്കുന്ന രീതി പഠിച്ചു അല്ലെ. എല്ലാം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.